ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് എങ്ങനെ ബുക്ക് ചെയ്യാമെന്ന് കണ്ടാലോ? ഗൂഗിളിൽ ലൈഫ് ഇൻ ദ UK ടെസ്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. സോ ഫസ്റ്റ് കാണുന്ന gov.uk എന്നുള്ളത് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് കാണിക്കുന്നത് അതെങ്ങനെ നമ്മൾക്ക് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് നൗവിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആകും. നെക്സ്റ്റ് പേജിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് ID നമുക്ക് യൂസ് ചെയ്യാമെന്ന്. സോ ഈ വിസ ഇല്ലാത്തവർ പാസ്പോർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ വെച്ചത് ഈ വിസയാണ്. അതിൻ്റെ ഷെയർ കോഡും ഡേറ്റ് ഓഫ് എക്സ്പയറിയുമാണ് ഇതിനാവശ്യമായിട്ടുള്ളത്. അത് നമ്മൾ പ്രിൻ്റ് എടുത്തോണ്ട് നമ്മുടെ എക്സാമിൻ്റെ സമയത്ത് കൊണ്ടുപോകാൻ മറക്കരുത്. നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുക. അതിനായിട്ട് നമ്മുടെ മെയിൽ ID ഒരു പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എന്നുള്ളത് ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. സോ നമ്മുടെ ഫുൾ നെയിം എങ്ങനെയാണോ ഈ വിസയിലുള്ളത് അതേപോലെ ഫുൾ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ ഈ വിസയാണ് വെക്കുന്നെങ്കിൽ അത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഷെയർ കോഡ്, ഡേറ്റ് ഓഫ് എക്സ്പയറി എല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും എൻട്രി റീസൺ ഫോർ ടേക്കിംഗ് ദിസ് എക്സാം. അതിൽ നമ്മൾ സെറ്റിൽമെൻ്റ് എന്ന് കൊടുക്കുക. സോ നെക്സ്റ്റ് പേജ് ക്ലിക്ക് ചെയ്യുമ്പോഴേ കറണ്ട് അഡ്രസ്സ്, ടെലിഫോൺ നമ്പർ ഇതൊക്കെയാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആ പേജിൽ. ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഡബിൾ ചെക്ക് ചെയ്യാം നമ്മൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ അല്ലയോ എന്ന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഈ സ്റ്റേജിൽ തന്നെ നമുക്കത് കറക്റ്റ് ചെയ്യാവുന്നതാണ്. വൺസ് നമ്മൾ കൺഫേം ആക്കിയതിന് ശേഷം വേറെ എഡിറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. വിസയുടെ ഷെയർ കോഡ് എക്സ്പയർ ആകുവാണെങ്കിൽ മാത്രം നമുക്ക് പുതിയത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. വൺസ് ഡീറ്റെയിൽസ് എല്ലാം കൺഫേം ആക്കിയതിന് ശേഷം നമുക്കൊരു വൺ ടൈം പാസ്വേഡ് നമ്മുടെ രജിസ്റ്റേർഡ് മെയിൽ IDയിലോട്ട് വരും. അത് എൻ്റർ ചെയ്ത് കൺഫേം ആക്കിയാൽ നെക്സ്റ്റ് പേജ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ റിക്വയർമെൻറ്റ് വേണമെന്ന്. അത് നമുക്ക് വേണമെങ്കിൽ എസ് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. മാനേജ് ബുക്കിംഗ് എന്നുള്ള ഗ്രീൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിയറസ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് സെൻറ്റർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ട ഡേറ്റ് സെലക്ട് ചെയ്യുക. ആ ഡേറ്റ് അവൈലബിൾ ആണോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഡേറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി £50 ആണ് ആകുന്നത്. ചില ഡേയ്സിൽ മാത്രം എമൗണ്ട് കൂടുതലാണ്. ഈ ബ്ലൂവിൽ കാണുന്നത് പ്രൈസ് കൂടുതലുള്ള ഡേയ്സ് ആണ്. ഗ്രീനിൽ കാണുന്നത് സോ അത് നമുക്ക് നോക്കി ബുക്ക് ചെയ്യാം. നമുക്ക് ഏതാണോ ഡേറ്റ് വേണ്ടതെന്നുള്ളത് ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് പേയ്മെൻറ്റ് ഓപ്ഷനാണ് വരുന്നത്. കൺഫേം ആൻഡ് പേ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പേജിൽ കാണാൻ പറ്റും സെലക്ട് ചെയ്ത ഡേറ്റും ഏത് സെൻറ്ററാന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം വരും. നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം കൺഫേം ചെയ്യുക. സോ നമ്മുടെ മെയിലിലോട്ട് ഒരു കൺഫർമേഷൻ മെയിൽ വരും. സോ നമ്മൾ ഈ വിസയുടെ കോപ്പിയും എടുത്ത് അന്നത്തെ ഡേറ്റിന് പോയി എക്സാം എഴുതുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. പ്ലീസ് സബ്സ്ക്രൈബ്.